Hello everyone, welcome back to Students Focus. നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ ആക്ട് എങ്ങനെ വന്നു അതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ സഹിതം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെലിവറിയാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഡെലിവറിയാണ്. അപ്പോൾ നിങ്ങൾ അഥവാ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെലിവറി എന്ന് പറഞ്ഞാൽ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ. നമ്മളൊരു ഗുഡ്സിൻ്റെ പൊസഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് മാറുന്നു. അത് വോളണ്ടറി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗുഡ്സ് നിങ്ങൾക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പൊസഷൻ, ഞാൻ അതിൻ്റെ വില വാങ്ങിക്കുന്നു, അതിൻ്റെ പൊസഷൻ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നു. അതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറി ഓഫ് ഗുഡ്സ് മേ ബി മെയ്ഡ് ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് ഹാസ് ദ ഇഫക്റ്റ് ഓഫ് പുട്ടിങ് ദ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് ദ ബയർ. നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത്, എന്ത് ആക്ട് വെച്ചിട്ടാണെങ്കിലും ഗുഡ്സിൻ്റെ പൊസഷൻ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് മാറുന്നു. ഒന്നുകിൽ സെല്ലറിൽ നിന്ന് ബയറിലേക്കോ അല്ലെങ്കിൽ ബയർ പറയുന്ന ആളാരാണോ അവർക്കോ നമ്മൾ ഗുഡ്സിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ വോളണ്ടറിലി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ആക്ച്വൽ ഡെലിവറി. അതായത് ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഗുഡ്സ് അങ്ങ് കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ നിങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ മൊബൈൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അതെന്താണ്, ഫിസിക്കലി ഞാൻ ആ ഐറ്റം നിങ്ങൾക്ക് ഡെലിവർ ചെയ്തു. അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ വരുന്നത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് മാറി, പക്ഷേ അതിപ്പോൾ എവിടെയാണോ ആ ഗുഡ്സ് ഇരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് ആ ഗുഡ്സ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു 100 കിലോ ആപ്പിള് ഞാനൊരു വെയർ ഹൗസിൽ കീപ്പ് ചെയ്തേക്കുവാണ്. അത് ചീത്തയാവാതെ ഇരിക്കാൻ വേണ്ടി ഒരു വെയർ ഹൗസിൽ ഒരു തണുക്കുന്ന ഫെസിലിറ്റിക്കുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ കീപ്പ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു വെയർ ഹൗസിൽ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ വാങ്ങിച്ചു, നിങ്ങൾ അതിൻ്റെ എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ നിങ്ങൾ പറയുവാണ് കുഴപ്പമില്ല, ആ ആപ്പിൾ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാനതിപ്പോൾ കയ്യിൽ വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് ചീത്തായി പോകുമല്ലോ, സോ അതുകൊണ്ട് ഞാൻ സെല്ല് ചെയ്യാൻ നേരത്തെ എടുത്തോളാം, ആപ്പിൾ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആപ്പിൾ ശരിക്കും എവിടെയാണ്? ആപ്പിൾ വെയർ ഹൗസിലായിരുന്നു. അത് സെല്ലിങ്ങിന് ശേഷം, അത് ഞാൻ നിങ്ങൾക്ക് സെയിൽ നടത്തിയതിന് ശേഷം ആ ആപ്പിൾ ഇപ്പോഴും ആ സെയിം വെയർ ഹൗസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്താ ചേഞ്ച് വന്നത്? നേരത്തെ ആ വെയർ ഹൗസിൽ ആപ്പിൾ ഇരുന്നത് അതിൻ്റെ ഓണർഷിപ്പ് എനിക്കായിരുന്നു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആ ആപ്പിൾ സെല്ല് ചെയ്യായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് എൻ്റെ ഓണർഷിപ്പിലല്ല, അത് നിങ്ങളുടെ ഓണർഷിപ്പിലായി. ഞാനതിന് വെയർ ഹൗസിൽ അതിനാവശ്യമുള്ള പേപ്പേഴ്സൊക്കെ കൊടുത്തു, അതിൻ്റെ ഓണർഷിപ്പ് ഡീഡിൽ, അതായത് വെയർ ഹൗസ് റസീറ്റിൽ ഞാൻ എൻഡോസ് ചെയ്ത് തന്നു. ആ വെയർ ഹൗസിൻ്റെ കീപ്പർക്കും ഞാൻ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു. അതെൻ്റെ പേരിൽ നിന്ന് നിങ്ങളുടെ പേരിലേക്ക് മാറി. സോ നേരത്തെ പോലെ ഇപ്പം അതെനിക്ക് ആർക്കെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൽ നിന്ന് 20 കിലോ എനിക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ള ഡെലിവറിയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെയും നിങ്ങൾക്ക് ആ സാധനം സെല്ല് ചെയ്യുന്നതിന് മുമ്പ്, ആ ആപ്പിൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നതിന് മുമ്പ് അത് ആ വെയർ ഹൗസിൽ തന്നെയായിരുന്നു. ഇപ്പോഴും ആ ആപ്പിൾ ആ വെയർ ഹൗസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താ ഡിഫറൻസ്? നേരത്തെ അത് എൻ്റെ ഓണർഷിപ്പിൽ എനിക്ക് വേണ്ടിയാണ് ആ വെയർ ഹൗസിൻ്റെ ആൾ കീപ്പ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളാണ് അതിൻ്റെ ഓണർ, നിങ്ങൾക്ക് വേണ്ടിയാണ് ആൾ കീപ്പ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ്. വേറെ വെയർ ഹൗസ് മാൻ ഹോൾഡിംഗ് ദ ഗുഡ്സ് ഓഫ് എ എഗ്രീസ് ടു ഹോൾഡ് ദം ഓൺ ബിഹാഫ് ഓഫ് ബി അറ്റ് എസ് റിക്വസ്റ്റ്. എ പറയുന്നതനുസരിച്ച് ബിക്ക് വേണ്ടി ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നു. അത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പേരിലേക്ക് ഗുഡ്സ് സെല്ല് ചെയ്തു, അതിൻ്റെ പേപ്പേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു, ഗുഡ്സ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുവാണ്. ഓക്കെ, അതാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. തേർഡ് വൺ വരുന്നത് സിംബോളിക് ഡെലിവറി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു മൊബൈൽ സെല്ല് ചെയ്യുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് നിങ്ങൾക്ക് തരുന്നു, ശരിയല്ലേ? നമ്മൾ ഫിസിക്കൽ ഡെലിവറി ചെയ്യുന്നു. നേരെ മറിച്ച് എൻ്റെ കയ്യിലൊരു ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രക്ക് ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്താൽ ഞാൻ ആ ട്രക്ക് പൊക്കി നിങ്ങളുടെ കയ്യിൽ തരുവാണോ ചെയ്യുന്നത്? അല്ല. എന്ത് ചെയ്യും? ആ ട്രക്ക് സെല്ല് ചെയ്തതിന് സിംബോളിക്കായിട്ട്, അതിൻ്റെ ഒരു ടോക്കണായിട്ട് അതിൻ്റെ കീ നിങ്ങളുടെ കയ്യിൽ തരും, ശരിയല്ലേ? ആ കീ നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? കീ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമുള്ളൂ, ട്രക്ക് എൻ്റെ ആണെന്നാണോ? അല്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ആ ട്രക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്തു, സോ അതിൻ്റെ ടോക്കണായിട്ട്, അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് ഞാൻ അതിൻ്റെ കീ നിങ്ങൾക്ക് തരുന്നു. അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വേറൊരു എക്സാമ്പിളാണ്. വെയർ ഹൗസിലിരിക്കുന്ന ഒരു സാധനം സെല്ല് ചെയ്യുമ്പോൾ ആ വെയർ ഹൗസിലിരിക്കുന്ന ഒരു 1000 കിലോ ഉണ്ടെങ്കിൽ ആ 1000 കിലോ പൊക്കിക്കൊണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ തരുമോ ഞാൻ? ഇല്ല. എന്ത് ചെയ്യും?
അതിൻ്റെ ആ വെയർ ഹൗസിൻ്റെ കീ, ഇപ്പം എൻ്റെ ഒരു വെയർ ഹൗസിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ വെയർ ഹൗസ് റെസീറ്റ് എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു വെയർ ഹൗസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ആ വെയർ ഹൗസിൻ്റെ കീ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ വെയർ ഹൗസിലിരിക്കുന്ന ഗുഡ്സ് നിങ്ങൾക്ക് എടുക്കാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സിംബോളിക്കായിട്ട് ഡെലിവറി ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് മേ ബി മെയ്ഡ് ബൈ ഹാൻഡ്ലിംഗ് ഓവർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. അല്ലെങ്കിൽ നമ്മൾ വെയർ ഹൗസിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രക്കിൻ്റെ, കാറിൻ്റെ, അതൊക്കെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ കീ അല്ലേ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഡെലിവറി ഏതൊക്കെയാണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സും ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിൽ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലും ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിലും. അപ്പോൾ കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും. ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് ഇൻ ഗുഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ ഡെലിവറി. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഷെയർ സർട്ടിഫിക്കറ്റും ഉണ്ട്, ഷെയർ വാറൻറ്റും ഉണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റിലയൻസിൻ്റെ ഒരു 5000 ഷെയർസ് ബൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഷെയർ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരുണ്ടാവും, അതിൻ്റെ ഫോളിയോ നമ്പർ, അല്ലെങ്കിൽ എത്ര ഷെയർസ് 5000 ഷെയർസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നു, അങ്ങനെ ആ ഡീറ്റെയിൽസൊക്കെ ആ കമ്പനിയുടെ സ്റ്റാമ്പ്, സീല്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഷെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഞാൻ ആ ഷെയർ സർട്ടിഫിക്കറ്റ് തന്നതുകൊണ്ട് അത് നിങ്ങളുടെ പേരിലേക്ക് മാറുമോ? മാറില്ല. ആ ഷെയർ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിൽ നിന്ന് നിങ്ങളുടെ പേരിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം? ആ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനിയിൽ കൊടുക്കണം. എന്നിട്ട് അത് എൻ്റെ പേരിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ പേരിൽ പുതിയ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ റെക്കോർഡ്സിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അത് പുതിയതായിട്ട് വരണം. ശരിയല്ലേ? അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അല്ലെങ്കിൽ ആ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കമ്പനിയിൽ നിന്ന് വേണം അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് എൻ്റെ കയ്യിലൊരു ഷെയർ വാറൻ്റ് ആണുള്ളതെന്ന് വിചാരിക്കുക. ഷെയർ സർട്ടിഫിക്കറ്റ് അല്ല, ഷെയർ വാറൻ്റ് ആണുള്ളതെങ്കിൽ ഷെയർ വാറൻറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത് ആരാണോ ഹോൾഡ് ചെയ്യുന്നത്, അതായത് ഈ സർട്ടിഫിക്കറ്റ്, ഈ വാറൻ്റ് ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 5000 ഷെയർസിൻ്റെ ഒരു ഓണറാണ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞാൽ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഷെയർ സർട്ടിഫിക്കറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 5000 ഷെയർസിൻ്റെ ഓണർ എന്ന് കാണിക്കുന്നത്. അത് ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര്. രണ്ടാമത്തെ കേസിൽ എൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഡോക്യുമെൻ്റ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർ ഈ 5000 വാറൻസിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ ഇത്രയും 5000 ക്വാണ്ടിറ്റി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഷെയർ വാറൻറ്റ്. ഷെയർ വാറൻറ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചുകൊണ്ട് ഞാനതിൽ സൈൻ ചെയ്ത് ബാക്കിൽ എൻഡോസ് ചെയ്ത് തന്നാൽ അത് നിങ്ങളുടേതായി. നിങ്ങൾക്ക് ഞാനത് എനിക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ഞാനൊരു ഒപ്പിട്ടിട്ട് അത് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളതിൻ്റെ ഓണറാവോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സും ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിലും. നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഷോയിങ് ടൈറ്റിലാണ്. റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് വിച്ച് കാനോട്ട് ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ഞാൻ ഷെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് വിചാരിച്ച് ആ ഷെയറിൻ്റെ ഓണർ എൻ്റെ പേരിൽ ഞാൻ മാറി നിങ്ങളാവുന്നില്ല. ആ ഷെയർ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ പേര് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇരുന്നാലും എൻ്റെ കയ്യിലിരുന്നാലും അതിൻ്റെ ഓണർ ആരാണ്? ഞാനാണ്. നേരെ മറിച്ച് ഇവിടെ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്താണ്? റെപ്രസെൻറ്റ്സ് ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ ഡെലിവറി. ഇപ്പോൾ എക്സാമ്പിൾ റെയിൽവേ റെസീറ്റ്. റെയിൽവേ റെസീറ്റ് എൻ്റെ കയ്യിലാണെന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പം ഇത്ര ഗുഡ്സ്, ഒരു 1000 kg ഗുഡ്സ് ഞാൻ റിസീവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്, ഈ റെസീറ്റ് ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് ഇത്ര ഗുഡ്സ് ഡെലിവർ ചെയ്യാം. അങ്ങനൊരു റെസീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ റെസീറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നു. നിങ്ങൾക്ക് ആ റെസീറ്റും കൊണ്ടുപോയാൽ ആ ഗുഡ്സിൻ്റെ ഡെലിവറി എടുക്കാമല്ലോ? എടുക്കാം. കാരണം ആ സർട്ടിഫിക്കറ്റ്, ആ റെസീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആരാണോ അവർക്ക് ആ ഗുഡ്സിൻ്റെ ഡെലിവറി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ആണ്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി അല്ലെങ്കിൽ ആ റെസീറ്റും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ ഗുഡ്സിൻ്റെ ഡെലിവറി എടുക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതായത് നിങ്ങളതിൻ്റെ ഓണറാവോ? ഇല്ല. കാരണം ഞാൻ വെറുതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡെലിവറി ചെയ്തു എന്നതുകൊണ്ട് മാത്രം, അതിൻ്റെ ഡെലിവറി ട്രാൻസ്ഫർ ചെയ്തു എന്നുകൊണ്ടതിന് മാത്രം അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായാലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്താണ്? നമ്മൾ ഷെയർ വാറൻറ്റ് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് നിങ്ങൾക്ക് ഷെയർ വാറൻറ്റും ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും.
അല്ലെങ്കിൽ റെയിൽവേ റെസീറ്റ്, അല്ലെങ്കിൽ വെയർ ഹൗസ് കീപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്, അതും നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്, അങ്ങനെ നിങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കിയാൽ മതി. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആവും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓണർഷിപ്പാണ്. ഓണർഷിപ്പാണ്, അല്ലെങ്കിൽ അതിന് ജനറൽ പ്രോപ്പർട്ടി എന്നും പറയും. ജനറൽ പ്രോപ്പർട്ടിയും സ്പെഷ്യൽ പ്രോപ്പർട്ടിയും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ ഓണർഷിപ്പിൽ കുറച്ച് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനാണ് അതിൻ്റെ ഓണർ. അതിനെ നമ്മൾ എന്ത് പറയും? ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയും. നമ്മളൊരു ഗുഡ്സ് സെല് ചെയ്ത് കഴിയുമ്പോഴും എന്തെങ്കിലും ഒരാളുടെ ബയ്യറുടെ കയ്യിൽ നിന്ന് സെല്ലറുടെ കയ്യിൽ നിന്ന് ബയ്യറുടെ കയ്യിലേക്ക് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുകയാണ്, ശരിയല്ലേ? ഗുഡ്സിൻ്റെ സെയിൽ കഴിയുമ്പോൾ. സ്പെഷ്യൽ പ്രോപ്പർട്ടി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം എൻ്റെ ഓണർഷിപ്പിൽ കുറച്ച് ഗുഡ്സ് ഉണ്ട്, ഒരു 5 lakhs rupees ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കൊരു 2 lakhs rupees എമർജൻസി ആവശ്യം വന്നു. ഞാൻ ആ ഗുഡ്സ് നിങ്ങളുടെ അടുത്ത് പ്ലെഡ്ജ് ചെയ്തിട്ട് 2 lakhs rupees നിങ്ങളുടെ നിന്ന് കടം മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ശരിക്കും എൻ്റെ പേരിലാണെങ്കിലും ഞാൻ ആ ഗുഡ്സ് നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്തു. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് അതിലൊരു റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഗുഡ്സിൽ. അപ്പോൾ ഞാൻ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് വരെ, അല്ലെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു തരുന്നത് വരെ ആ ഗുഡ്സിൽ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിലൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അതിൽ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദ ജനറൽ പ്രോപ്പർട്ടി എനിത്തിങ് മേ ബി ട്രാൻസ്ഫേർഡ്. കാരണം എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ഗുഡ്സ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്ത ഒരു ഗുഡ്, ആ പ്ലെഡ്ജ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്ലെഡ്ജ് ചെയ്തു എന്ന് വിചാരിക്കാം. 1 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് 2 lakhs rupees തന്നിട്ട് ഗുഡ്സ് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഞാൻ 2 lakhs കടം മേടിച്ചു. നിങ്ങൾക്ക് നാളെ അത് വേറെ ആർക്കെങ്കിലും സെല് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആ സമയത്ത് എൻ്റെ ഓണർഷിപ്പിൽ എൻ്റെ കയ്യിലുള്ള ഗുഡ്സ് ആണെങ്കിൽ എനിക്ക് സെല് ചെയ്യാൻ പറ്റും. അതാണ് സ്പെഷ്യൽ പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യുന്ന സമയത്ത്. ജനറൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾക്കതിൽ ഓണർഷിപ്പ് ഉണ്ട്. സോ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. സബ്ജക്ട് ടു ദ സ്പെഷ്യൽ പ്രോപ്പർട്ടി കണ്ടിന്യൂയിങ് ടു റിമൈൻ വിത്ത് അനദർ പേഴ്സൺ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, ഞാൻ നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്തു. അപ്പോൾ ഞാൻ 1 മാസത്തിനകം വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. 1 മാസമായിട്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ കുറച്ച് നാളും കൂടി കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമയം തീർന്നു, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരാഴ്ചയും കൂടെ പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞ സമയം എല്ലാം തീർന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ട്. നിങ്ങളല്ല അതിൻ്റെ ശരിക്കുള്ള ഓണറെങ്കിൽ കൂടെ ആ 2 lakhs rupees അതിൻ്റെ ഇൻട്രസ്റ്റോ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈടാക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ദ പ്ലെഡ്ജി ഹു ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് പ്ലെഡ്ജ് ടിൽ പേയ്മെൻറ്റ് ഓഫ് ദ സ്റ്റിപ്പുലേറ്റഡ് ഡ്യൂസ്. ആ ഡ്യൂസ് കൃത്യമായിട്ട് പേ ചെയ്യുന്നവരെ നിങ്ങൾക്ക് അതിലൊരു റൈറ്റ് വരുന്നുണ്ട്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇഫ് എ ഹു ഓൺ സർട്ടൻ ഗുഡ്സ് പ്ലെഡ്ജ് ദം ടു ബി. എ കുറച്ച് ഗുഡ്സ് ബിക്ക് പ്ലെഡ്ജ് ചെയ്യുവാണ്. എ ഹാസ് ജനറൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്. കാരണം എയുടെ ഓണർഷിപ്പിലുള്ള ഗുഡ്സ് ആണ്. എ അത് ബിക്ക് പ്ലെഡ്ജ് ചെയ്തു. അപ്പോൾ അതിന് ജനറൽ പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണ്? എയുടെ കയ്യിലാണ്. വെയറസ് ബി ഹാസ് സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ ഗുഡ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ഹി ഹാസ് മെയ്ഡ്. എത്ര രൂപയാണോ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത്, എത്ര രൂപയാണോ ലോണായിട്ട് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ലിമിറ്റ് വരെ ബിക്ക് സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട് ആ ഗുഡ്സിൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി പ്രൈസ് സിമ്പിളാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി കൺസിഡറേഷൻ ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മളൊരു സെയിൽ നടത്തുന്നതിന്, ഗുഡ്സ് സെല് ചെയ്യുന്നതിന് മണി കൺസിഡറേഷൻ പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും, അല്ലെങ്കിൽ സെയിലും ഹയർ പർച്ചേസ്, അതൊക്കെ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിനി കമ്മിങ് വീഡിയോസിൽ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു.